ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് CapCutൽ ഇങ്ങനെ മലയാളം ഫോണ്ട് ആഡ് ചെയ്യാനാണ്. കുറേ പേര് CapCut യൂസ് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കുറേ പേർക്ക് അറിയാത്തതാണ് CapCut ഇങ്ങനെ മലയാളം ഫോണ്ട് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മലയാളം ഫോൺസ് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ രണ്ടൊരു മലയാളം ഫോൺസ് നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ മലയാളം ഫോൺസ് ആഡ് ചെയ്യാം. ഒരുപാട് മലയാളം ഫോൺസ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അല്ലാട്ടോ, ഓൾറെഡി ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് കിട്ടിയതാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് മലയാളം ഫോൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മലയാളം ഫോൺസ് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ വേറെ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മലയാളം ഫോൺസ് മെയിനായിട്ട് ഇവിടെ ഈ കാണിച്ചു തരാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. രണ്ട് മലയാളം ഫോൺസ്. ഓക്കെ, ഇതുമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഡയറക്റ്റായിട്ട് നിങ്ങൾ CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഇപ്പോൾ CapCut ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് സിമ്പിളായിട്ട് അതിലോട്ട് നിങ്ങൾ മലയാളം ഫോണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മലയാളം ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ ക്രോം ആപ്ലിക്കേഷനിലോട്ട് പോകുക. നിങ്ങൾ ക്രോം ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിലോട്ട് പോയിട്ട് ഇവിടെ രതീഷ്.in എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. രതീഷ്.in ഫുൾ സെർച്ച് ചെയ്യേണ്ട. ഇവിടെ ഈ ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഒരു വെബ്സൈറ്റ് വന്നിട്ട് ഇവിടെ നിങ്ങളുടെ മലയാളം യൂണീക്ക് കോഡായിട്ട് ഇവിടുന്ന് ജനറേറ്റ് ചെയ്തെടുക്കണം. അത് നമ്മൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് നോർമലി ടൈപ്പ് ആണെങ്കിൽ ഇവിടെ എഫ് ഒക്കെ അടിക്കുമ്പോൾ അത് മലയാളത്തിലോട്ട് വരും. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വാട്സപ്പിൽ എവിടെയും ചെയ്യാൻ ഇവിടെ ജസ്റ്റ് ഈ ഇവിടെ സെർച്ച് ബാറിൽ ജസ്റ്റ് അത് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഒറ്റപ്പെട്ട് ഞാൻ മംഗ്ലീഷ് ഇവിടെ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കോപ്പി അത് ജസ്റ്റ് ഒന്ന് അടിച്ച് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഡയറക്റ്റായിട്ട് പേസ്റ്റ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ മലയാളം ഫോണ്ട് വന്നാൽ മതി. നിങ്ങൾ ഇവിടെ അടിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്താലും ഓക്കെ. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുന്ന താഴെ ഒരു കോഡായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ കാണാം കോപ്പി ചെയ്യാൻ ഇന്നെ ക്ലിക്ക് ചെയ്യുന്ന ഒരു യെല്ലോ ഡയലോഗ് ബോക്സ്. ജസ്റ്റ് അതിലോട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആ ഒരു ഫോണ്ട് ജസ്റ്റ് കോപ്പി ആവും. ശേഷം നേരെ നിങ്ങൾ CapCutലോട്ട് പോവുക. CapCutലോട്ട് പോയതിന് ശേഷം ടെക്സ്റ്റ് എടുക്കുക. ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. വളരെ സിമ്പിളാണ്. അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും. അതായത് നമ്മൾ കോഡ് ഭാഷയായിരിക്കും കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ മലയാളം ഫോണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആഡ് ഫോണ്ട് ക്ലിക്ക്. ഓൾറെഡി ഞാനത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഫയൽ സേവ് ചെയ്തിട്ടുണ്ടാവും. ഐഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡ് സെയിം ആണ്. ജസ്റ്റ് പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നിട്ട് എവിടെയാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ. പിന്നെ അവിടെ എഡിറ്റിംഗിൽ ഇവിടെ ഫോൺസിലാണ് ഇവിടെ ഉള്ളത്. ഓൾറെഡി നിങ്ങൾ രണ്ട് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ആഡ് ചെയ്ത ഫോണ്ട് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ കാണാം ഒറ്റപ്പെടുന്നു പറഞ്ഞിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ആ ഒരു ഫോണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ മെത്തേഡ് മലയാളം ഫോണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഇനിയും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് വീഡിയോ ഇടാം. അപ്പോൾ അടുത്തൊരു കാണാൻ മതി. ഗുഡ് ബൈ.